കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം KPCC ആസ്ഥാനത്ത് തുടങ്ങി. പ്രചാരണ സമിതി അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം KPCC നേതൃയോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. രജീഷ് നരിക്കുന്നു തന്നെ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. രജീഷ്, ഈ KPCCയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗമാണ്. ചെന്നിത്തലയാണ് അതിൻ്റെ അധ്യക്ഷൻ. സ്വാഭാവികമായും ആദ്യ യോഗത്തിൻ്റെ അജണ്ടകൾ എന്തൊക്കെയായിരിക്കും? സീറ്റ് വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഒരു പൂർണ്ണമായ ചിത്രത്തിലേക്ക് വന്നിട്ടില്ല. അതിനു മുമ്പാണ് ഇപ്പോൾ ഈ പ്രചാരണ സമിതി യോഗം ചേരുന്നത്. എന്തൊക്കെ നീക്കങ്ങളിലേക്കായിരിക്കും കടക്കുക സമിതി? UDFന്റെ സീറ്റ് വിഭജനം ഈ മാസം 22-നുള്ളിൽ പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യഘട്ട ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനൊക്കെ മുന്നോടിയായി ഇപ്പോൾ കോൺഗ്രസിന്റെ ആദ്യ പ്രചരണ സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചരണത്തിന് ഏതൊക്കെ ഘട്ടത്തിൽ ഏതൊക്കെ വിഷയം ഉയർത്തണം, സർക്കാരിനെതിരെ എന്തൊക്കെ ആയുധങ്ങൾ പ്രയോഗിക്കണം, സർക്കാരിന്റെ ഏതൊക്കെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രചരണ പരിപാടികളാണ് നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആദ്യഘട്ട പ്രചരണ സമിതിയിൽ ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ പ്രദേശത്തിനനുസരിച്ച് ഏത് തരത്തിലുള്ള പ്രചരണമായിരിക്കും ഉപയോഗിക്കേണ്ടത്, വജ്രായുധങ്ങൾ എന്തൊക്കെ പ്രയോഗിക്കണം, അവസാന ഘട്ടത്തിലേക്ക് പ്രയോഗിക്കേണ്ട തന്ത്രങ്ങൾ എന്താണ്, ഇതൊക്കെ മെനയുക തന്നെയാണ് ഈ പ്രചരണ സമിതിയുടെ ആദ്യത്തെ യോഗത്തിലെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ ഓരോ മണ്ഡലത്തിലും 3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അവർ നൽകുന്നതനുസരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും. അതിനൊപ്പം തന്നെ ഈ അജണ്ടകൾ തീരുമാനിക്കുക. പ്രചരണ ഘട്ടത്തിൽ ഓരോ മേഖലയിൽ എന്തൊക്കെയാണ്, സർക്കാരിനെതിരെ ഏതൊക്കെ വജ്രായുധങ്ങൾ പ്രയോഗിക്കേണ്ടത്, ഏത് സമയത്ത് പ്രയോഗിക്കണം, ആദ്യഘട്ടത്തിൽ ഏത് വിഷയത്തിലായിരിക്കും പ്രചരണം നടത്തേണ്ടത്, ഏതൊക്കെ നേതാക്കൾ ഏതൊക്കെ മേഖലകളിൽ കേന്ദ്രീകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ ഈ സമിതി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. KC വേണുഗോപാലും ഒപ്പം തന്നെ ഈ ചെയർമാനായ രമേശ് ചെന്നിത്തലയും ദീപാദാസ് മുൻഷി അടക്കമുള്ള കേരളത്തിന്റെ ചുമതലയുള്ള നേതാക്കളും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഈ യോഗം ആരംഭിച്ചത്. ഏകദേശം 12 കൂടി ഈ യോഗം അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.